അമ്മേ, എന്താ അമ്മേ? പത്തരക്കായിരുന്നു നമ്മ മുഹൂർത്തം. ആരെ അറിയിക്കാൻ പറ്റിയില്ല. അനുഗ്രഹിക്കണം. എങ്ങനെ കരയാതിരിക്കും? മൂത്ത് മരിച്ചു നിൽക്കുമ്പോ ഇളയടുത്ത് കെട്ടിക്കൊണ്ട് വന്ന നല്ല രസമല്ലേ? എടാ ഇതിപ്പോ ഞാൻ എന്ത് ചെയ്തിട്ട് അവൻ കെട്ടിക്കൊണ്ട് വന്നേനെ? എടാ നിന്റെ കല്യാണം അമ്മ നടത്തി തരാന്ന് 5 കൊല്ലമായിട്ട് നടത്തുക. ഇതുവരെ വല്ലതും നടന്നോ? മൂത്തോർത്ത് എവിടെ ഇരിക്കുമ്പോ ഇളയടുത്ത് അവനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം. എന്നിട്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവനകത്ത് കയറ്റിയാ മതി. എടാ നീ ഒന്ന് പഞ്ചപ്പെട്. നിന്റെ തന്തങ്ങ വന്നോട്ടെ, ആരെ അറിയാലോ. വന്ന് വാ, ഇന്ന് ഇവിടെ എന്തെങ്കിലും നടക്കും. നിങ്ങളല്ല അറിഞ്ഞായിരുന്നു? പിന്നെ ഞാൻ അറിഞ്ഞു. പിന്നെ ഇനിയിപ്പോ നീ അറിഞ്ഞത് ഞാൻ അറിഞ്ഞത് ഒന്നാന്ന് അറിയണമെങ്കിൽ നീ അറിഞ്ഞ ആദ്യം പറയണം. അത് ഞാൻ അറിഞ്ഞതാ. പിന്നെ രണ്ടുപേരും അറിഞ്ഞത് ഒന്നാണെങ്കിൽ പിന്നെ നീ അറിഞ്ഞതും പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞതും പറഞ്ഞിട്ട് എല്ലാം അറിഞ്ഞതും എല്ലാവരും അറിഞ്ഞത് പറഞ്ഞതാണ്. നീ എന്താ നോക്കുന്നത്? അല്ല, ഞാൻ ഇവിടെ ഒരു നിലവിളക്ക് വെച്ചായിരുന്നു. മുകളിൽ എന്തോ ഇരിക്കുന്നു? മുകളിൽ നമ്മുടെ പുന്നാര ഇളയ മോനെ കൂടെ ഒരു അതിഥിയുണ്ട്. അതിഥിയോ? അതാരാ? ചെന്ന് നോക്ക്, കാണാൻ പോകുന്ന പൂരത്തിനാ പറഞ്ഞറിയിക്കുന്നത്. മോനെ, നിന്റെ കൂടെ ഒരു അതിഥി വന്നെന്ന് പറഞ്ഞ് അച്ഛനെ ഒന്ന് കാണിക്കടാ. അച്ഛാ? അതെ, എന്റെ അച്ഛൻ. ഇതെന്റെ അച്ഛനാ മോനെ, ഇതെന്റെ അച്ഛൻ. ഇതെന്റെ ഭർത്താവ്. അല്ല, ഇതെന്റെ അച്ഛനാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവളെന്തോ ഈ പറയുന്നത്? പിന്നെ ഒരു ദുർബല നിമിഷത്തിൽ പറ്റിയൊരു കയ്യബത്ത്. ഓഹോ, അപ്പൊ ഇതാണ് നിങ്ങൾ മാസത്തിൽ ബിസിനസ് ടൂർ എന്നും പറഞ്ഞ് പോയത്? അപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ പലചരക്ക് നടത്തുന്ന ഇങ്ങനെ എങ്ങനെ ബിസിനസ് ടൂർ എന്ന്. അമ്മ, എനിക്ക് ഇപ്പോഴാണ് സന്തോഷമായത്. എനിക്ക് ഇപ്പോഴാണ് സന്തോഷമായത്. നിനക്ക് ഇപ്പോഴാണ് സന്തോഷമായത്? പിറ്റല്ലാതെ ഇതാരാ അച്ഛന്റെ മോള്, ഇതാരാ അച്ഛന്റെ മോര്. അപ്പൊ ഇവര് ആകളെ മകള്. അപ്പൊ ഇവരെങ്ങനെ കല്യാണം കഴിക്കൂ?